എന്നെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയാണ്. കാരണം എനിക്ക് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഇഷ്ടമാണ്. കാരണം നമ്മളൊന്നും നോ പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. കാരണം ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംവിധായകൻ്റെ സ്വപ്നമാണ്. ഒരു സംവിധായകൻ എന്നതിലുപരി അയാൾ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ക്രിപ്റ്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റിനൊരു ചെറിയൊരു പ്രൊഡ്യൂസറായാലും ഇപ്പോൾ ഒരു 5,000 രൂപയായിട്ടൊരു പ്രൊഡ്യൂസർ വരുമ്പോൾ പോലും അയാൾ ഹാപ്പിയാവും. കാരണം ആ പ്രൊജക്റ്റ് നടക്കും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് അതിൽ ഇന്നാവുക എന്ന് പറയുമ്പോൾ ഇന്നായി കഴിഞ്ഞിട്ട് അതിൻ്റെ ബഡ്ജറ്റ് ഇഷ്യൂ പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ നന്നാക്കുക എന്നുള്ള സാധനമുണ്ട്. കോംപ്രമൈസ് അല്ല, എങ്ങനെ നന്നാക്കുക എന്നുള്ള സാധനം. അപ്പോൾ അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട്. ഓരോ ഏരിയയും ഇപ്പോൾ നമ്മളതിൽ പറയുന്ന ഒരു പള്ളിയുണ്ട്, ക്ലൈമാക്സിൽ നമ്മൾ ക്രിസ്ത്യൻ പള്ളിയുടെ ബാക്ക് ഡ്രോപ്പിലാണ് അതിൻ്റെ ക്ലൈമാക്സ് അവസാനിക്കുന്നത്. അതിലവിടെ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് അങ്ങനെ ഒരു സീൻ ചെയ്യാൻ പറ്റില്ല. നമ്മളതൊരു സ്കൂളിൻ്റെ ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ നമ്മളൊരു ജസ്റ്റ് ഒരു കട്ട് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലാക്ക് ഔട്ടിലാണ്. കാരണം അത് ഒരു കോംപ്രമൈസ് തന്നെ പറയാം. പക്ഷേ വിഷ്വലി അത് കാണുമ്പോൾ അറിയില്ല. അവിടെ നമ്മളൊരു കുരിശടിയൊക്കെ ഉണ്ടാക്കുന്നു, കുരിശടിയിലാണ് നായകനെ കെട്ടിയിടുന്നതും അതിന് ബാക്ക് ഡ്രോപ്പിൽ ഒരു പള്ളി ബാക്ക് ഡ്രോപ്പ് വേണം. അപ്പോൾ അതെല്ലാം നമ്മൾ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്തത്. സത്യത്തിൽ സീറോ ബാലൻസ് എന്ന് തന്നെ പറയാം. അതിൻ്റെ പ്രൊഡ്യൂസറടക്കം കൂടെ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അതുപോലെ പല ഏരിയകളും അത് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിലിംഗ് പറയാണ്ട്. കാരണം അതിൻ്റെ എല്ലാ ഏരിയ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരു ടീം വർക്ക്. പിന്നെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ പേരൊന്നുമില്ല, വെറും 2-3 പേരായിരുന്നു നമ്മുടെ കൂടെ ആർട്ടിസ്റ്റിൻ്റായിട്ടുണ്ടായിരുന്നത്. കാരണം ആർട്ട് അസോസിയേറ്റും ആർട്ട് അസിസ്റ്റൻറ്റും എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ആ സിനിമ സംഭവിച്ചത്.